ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ നേരത്ത് ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം. ഇന്നും നാളെയും വരുന്ന വിശേഷമൊക്കെ നമ്മൾ നമ്മുടെ മെയിൻ ചാനലിലാണ് ഇടുന്നത്. ഇന്ന് വരുന്ന വിശേഷം നമ്മൾ മെയിൻ ചാനലിൽ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും കയറി കാണണമെന്നുണ്ടെങ്കിൽ, ഇതുവരെ നമ്മുടെ ആ ചാനൽ അറിയില്ല എങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമ്മൾ ലിങ്ക് ഇട്ട് തരാമേ. അപ്പം നേരെ ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല, വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ നവ്യേനെ നോക്കാനായിട്ട് കനകദുർഗയും ഗോവിന്ദനും ഒക്കെ വന്നിട്ടുണ്ട്. എവിടെ? അനന്തപുരി തറവാട്ടില്. അതിനോടൊപ്പം തന്നെ നമ്മുടെ നന്ദുവും അവിടെ കുറച്ച് ദിവസം ചിലവഴിക്കാൻ പോവുകയാണ്. അപ്പൊ നന്ദു ചിലവഴിക്കുന്നതിൽ അനാമികയ്ക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ അനാമിക പറയുന്നത് ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് മനഃപൂർവ്വം തന്നെയാണ്, എല്ലാവരും കൂടി എൻ്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടിയാണ്. ഞാൻ അവളുടെ ശത്രുവാണെന്നും അവൾ എൻ്റെ ശത്രുവാണെന്നും ഇവിടെ എല്ലാവർക്കും അറിയാലോ. പ്രത്യേകിച്ച് അനി വിളിച്ചിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അവൾക്ക് ഡ്യൂട്ടി ആയിട്ട് പോലീസ് സ്റ്റേഷനിലെങ്ങാനും കിടന്നാൽ പോരെ, അവൾക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ടും പ്രശ്നം ഉണ്ടാക്കാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്, അനാമികയെ നീ നിന്റെ കാര്യം നോക്കുക, നീ നിന്റെയും നിന്റെ ഭർത്താവിൻ്റെയും കാര്യം നോക്കുക. അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അവളുടെ ചേച്ചി ഇവിടെയാണ്, അവളുടെ 2 ചേച്ചിമാരും അതിനോടൊപ്പം തന്നെ അമ്മയും അച്ഛനും ഒക്കെ ഇവിടെയാണ്. അപ്പൊ പിന്നെ അവള് ഇനിയിപ്പം നന്ദാവനത്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് അവൾ ഇവിടെ വരുന്നത്. നീ അവളെ മൈൻഡ് ചെയ്യേണ്ട, നീ അവളുടെ മെക്കിട്ട് കയറാനും പോകണ്ട, അവൾ അവളുടെ കാര്യം നോക്കിയിട്ട് അവൾ പൊക്കോളും. അതുകൊണ്ട് നീ ഇതിന് കൂടുതൽ അഭിപ്രായം ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ അനാമികയെ വഴക്ക് പറഞ്ഞു. ഏതായാലും അനാമിക അങ്ങോട്ട് ഇരിക്കുവോ സമാധാനത്തോടു കൂടി? അനാമിക അങ്ങ് തുടങ്ങിയില്ല, അനിയുടെ മെക്കിട്ട് കയറാനാണ് കൂടുതലും തുടങ്ങിയത്. ഏതായാലും ലാസ്റ്റ് നമ്മുടെ ദേവയാനി നിലയ്ക്ക് നിർത്തി അനാമികയെ. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോപ്പിട്ട്, മോളൊരു കാര്യം ചെയ്യാം, മോള് ഇവിടെ വലിയ ആളാന്ന് അവളെ കാണിച്ചു കൊടുക്കണമല്ലോ, മോളിപ്പോൾ അടുക്കളയിലൊക്കെ കയറാൻ തുടങ്ങിയില്ലേ, നീ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം വേണം അവള് കഴിക്കാനായിട്ട്, നിന്റെ കാൽ ചുവട്ടിൽ അവള് കിടക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് ശരിയാണല്ലോ, അവളേതായാലും ഇവിടെ വരുമ്പം ഞാനുണ്ടാക്കുന്ന ഭക്ഷണം ആയിരിക്കുമല്ലോ അവള് കഴിക്കുന്നത്, അവക്കിട്ട് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അനാമിക ഇരിക്കാൻ കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നയനയാണെങ്കിൽ ബിസി ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നയനയ്ക്ക് ഓഫീസിലെ കാര്യങ്ങളും അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ നയനയെ ഒരു ഉദ്ഘാടനത്തിനായിട്ട്, ഒരു വലിയൊരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനായിട്ട്, നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ ഉദ്ഘാടനം അല്ല കേട്ടോ, വേറൊരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനായിട്ട് വിളിക്കുന്നത്. അപ്പം നയനയ്ക്ക് അങ്ങനെ ഒരു കോള് വരികയാണ്, മേഡം ഞങ്ങൾ മഹാരാജാസ് ജ്വല്ലറീസ് എന്നാണ് വിളിക്കുന്നത്, അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ താല്പര്യമുണ്ട്. ഇവിടെ അവരുടെ ആ ഒരു പരിസരത്തല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തുടങ്ങാൻ താല്പര്യമുണ്ടെന്നല്ല, തുടങ്ങി. അപ്പൊ അതിന്റെ ഇനാഗ്രേഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ മേഡത്തിനെയാണ് ക്ഷണിക്കുന്നത്, അപ്പൊ മേഡം വരണം എന്നിങ്ങനെ പറയണം. അപ്പൊ നയനയ്ക്ക് ഇങ്ങനെ ഉദ്ഘാടനങ്ങളും ഇനാഗ്രേഷൻസ് ഒക്കെ ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊന്നും അത്രയ്ക്ക് പിടിക്കുന്നില്ല ജലജയ്ക്കൊന്നും. പക്ഷെ ജലജയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ജലജയുടെ ഹസ്ബൻഡ് ദേവൻ വന്നതുകൊണ്ട് തന്നെ ജലജയ്ക്കിപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ദേവൻ പറയുന്നതിന്റെ അപ്പുറവും ഇപ്പുറവും പോകാൻ പറ്റില്ല. മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുകയാണെങ്കിൽ മാത്രം നീ ഇവിടെ ജീവിച്ചാൽ മതി, നിന്റെ ഭർത്താവിനില്ലാത്ത സ്ഥാനം നിനക്ക് ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ നമ്മുടെ ദേവനുണ്ടല്ലോ, തിരിച്ചെത്തിയപ്പോൾ വലിയ കോടീശ്വരനായിട്ടാണ് വന്നത്. അപ്പൊ ഇതിനു മുമ്പ് ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഞാനങ്ങ് പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. അപ്പൊ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ബോറായിരിക്കും, ഞാനങ്ങ് പറഞ്ഞ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു കോളൊക്കെ വന്നു, ഉദ്ഘാടനത്തിന്റെ കോളൊക്കെ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദർശിന്റെ ക്യാബിനിലേക്ക് ചെന്ന് നയന പറഞ്ഞു, ആദർശേട്ടാ എനിക്കിങ്ങനെ ഒരു ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, അപ്പൊ എനിക്ക് പോണോ വേണ്ടയോ? ആദർശേട്ടൻ പറയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതിപ്പോ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിനക്കിപ്പോ ഓരോ ദിവസം ഓരോ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടല്ലോ, അതിന് നീ പോവോ? അപ്പൊ അതല്ല ആദർശേട്ടാ, ഇതൊരു ജ്വല്ലറിയിൽ ഉദ്ഘാടനം തന്നെയാ, അപ്പൊ നമുക്കൊരു കോമ്പറ്റീഷൻ, അതായത് നമുക്കൊരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാകുമോ എന്നൊരു ചെറിയ സംശയമുണ്ട്. അപ്പൊ നമ്മൾ ഈ ജ്വല്ലറിയിൽ ഇരുന്ന് ഞാൻ ജോലി ചെയ്യുമ്പോൾ വേറൊരു ജ്വല്ലറി ചെന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അത് ശരിയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ആദർശ് പറഞ്ഞു, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്, നമുക്ക് മത്സരിക്കാൻ ഓരോ ആൾക്കാർ കൂടി വരുന്നത് നല്ലതല്ലേ നയന? ഇനി ജ്വല്ലറി അല്ല, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇനിയിപ്പോ ഒരു ജ്വല്ലറിക്കാർ വേറെ പേരൊക്കെ ഇട്ട് ജ്വല്ലറി തുടങ്ങിയാൽ കൂടി നിന്നെ ആ ഒരു സ്ഥാനത്തേക്ക് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവാണ്.
നീ ആ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജ്വല്ലറി വെച്ചടി കയറുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അല്ല അത് നമുക്ക് തടസ്സമാവില്ല ആദർശേട്ടാ. ദേ ഈ ഒരു മൈൻഡ് ഉണ്ടല്ലോ അങ്ങ് വിട്ടേരെ. നമ്മുടെ ഒപ്പം കയറി വരണം എല്ലാ ജൂനിയേഴ്സും. അപ്പോഴാണ് അതിനേക്കാളും മുമ്പേ നമുക്ക് കയറി പോകാൻ തോന്നത്തുള്ളൂ. അതുകൊണ്ട് ഇതൊരു നല്ലതായിട്ട് കണ്ടാൽ മതി. ഒരു കാര്യം ചെയ്യാം, നീ ഉദ്ഘാടനത്തിന് പോകണം. അപ്പം പറഞ്ഞു ഇന്ത്യയുടെ എവിടെയാന്നാ പറഞ്ഞത്. അപ്പം ഞാൻ തന്നെ എങ്ങനെയാ പോകുന്നത്, അതിനിപ്പോ എന്താ, ഞാൻ വരാലോ, നമുക്ക് ഒരുമിച്ച് പോകാം എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ നയനയ്ക്ക് തോന്നുകയാണ് കേട്ടോ, അമ്മയുടെ കൂടെ ഒരു യാത്ര പോകാൻ പറ്റിയൊരു അവസരമായിരുന്നു. അമ്മ വരുമായിരുന്നെങ്കിൽ അമ്മയും ഞാനും അങ്ങ് പോയേനെ. പക്ഷെ ആദർശനോട് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ രണ്ടും ഒന്നിച്ചു എന്നും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ ആഗ്രഹം ഉണ്ടോ എന്നും. ഞാൻ അമ്മേനെ കൂട്ടി പോകാന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇതിനിപ്പോ എന്താ ഒരു വഴി. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷമായിട്ട് പോയിട്ട് വന്നേനെ. അമ്മയ്ക്കാണെങ്കിൽ ഒത്തിരി നാളായില്ലേ ഇന്റർനാഷണൽ ട്രിപ്പുകൾ, ഇന്റർനാഷണൽ അല്ലാട്ടോ, സോറി, കേരളത്തിന് ഇന്ത്യക്കകത്ത് തന്നെയാണ്. അപ്പം ഒരുപാട് നാളായല്ലോ അമ്മ ഇങ്ങനെ പോയിട്ടൊക്കെ. അപ്പൊ അമ്മയുടെ മനസ്സൊന്ന് തണുപ്പിക്കാനും, അമ്മയുടെ മനസ്സ് തണുക്കുന്നതാണല്ലോ നമ്മുടെ എനിക്കിപ്പോൾ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് അമ്മേനെ എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അമ്മ തന്നെ എൻ്റെ കൂടെ വരണം. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ദേവയാനിയോട് ഈ കാര്യം ആദർശിച്ചെന്ന് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ നയന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മ എങ്ങനെയെങ്കിലും സെറ്റാക്കണം, അമ്മയെ എൻ്റെ കൂടെ വരാൻ പാടുള്ളൂ, ആദർശേട്ടനെ ഈ തവണ കൊണ്ടുപോകണ്ട, നമുക്ക് പോയി ഒന്ന് അടിച്ചു പൊളിച്ച് 2-3 ദിവസം റൂമൊക്കെ എടുത്ത് നമുക്ക് താമസിച്ചിട്ട് വരാം, അതല്ലേ നല്ലത്. അതുകൊണ്ട് ആദർശേട്ടനോട് പറയണ്ട, അമ്മയോട് എനിക്ക് ഒത്തിരി സംസാരിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്തോ ഒരു തറവാട്ടിൽ അതൊന്നും നടക്കില്ല. എപ്പോഴും നമ്മൾ കീരിയും പാമ്പും പോലെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹം വേണം. അപ്പൊ അതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ, ദേവയാനി പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കാം മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ് വന്ന് കാര്യം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവൾക്ക് ഇനി ഉദ്ഘാടനത്തിന് വേറൊരു സംസ്ഥാനത്തേക്ക് പോകാൻ എന്താ സൂക്കേടാന്ന് അറിഞ്ഞില്ലല്ലോ. അവള് ഈ കേരളം എന്നല്ല, അവൾ ഈ ജില്ല വിട്ട് പോകുന്നതേ എനിക്കിഷ്ടമല്ല. അവൾ ഈ ഇട്ടാവട്ടത്തിൽ കിടന്നാൽ മതി. അവള് വലിയ ആളോ, അവളെ വിടത്തില്ല ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അമ്മേ അവളോട് വിളിച്ച് അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളായിട്ട് വിടാതിരുന്ന് കഴിഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുന്നത്. അപ്പൊ നീയോ? ഞാനും പോകാനാ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ മൂർത്തീസ് ജ്വല്ലറിയുടെ കാര്യം ആര് നോക്കും? ഇതൊക്കെ ആര് നോക്കും? ആദർശേ, നീ എന്താ ഈ പറയുന്നത്? അവളുടെ കൂടെ നീ ഇങ്ങനെ ടൂർ ചുറ്റി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാകുന്നത്? അതൊന്നും ശരിയാവില്ല. അത് മുത്തശ്ശൻ ഇവിടെ ഇല്ല. മുത്തശ്ശൻ ഇവിടെ ഇല്ലാത്ത പക്ഷം ജയേട്ടൻ തന്നെ നോക്കിയാൽ ഓടുന്നതൊന്നും അല്ല കാര്യങ്ങൾ. ഇപ്പൊ നീയാ എല്ലാം നോക്കി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ ആവശ്യം വരുമ്പോ എന്ത് ചെയ്യും? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണ്ട. അത് പിന്നെ നയനയ്ക്ക് പോകാതിരിക്കാൻ പറ്റില്ലമ്മേ. നയന വാക്ക് കൊടുത്തതാ, നമ്മൾ വാക്ക് കൊടുത്തിട്ട് പാലിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കാണ് ദേവയാനി പറഞ്ഞത്, ഇതിപ്പം തലവേദനയാണല്ലോ, എല്ലാ തലവേദനയും കൂടെ എനിക്കാ വരുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ കൊണ്ടുപോകാം. അയ്യോ, അത് നയനയ്ക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ രണ്ടും കൂടെ പോയാൽ എങ്ങനെയാ ശരിയാവുന്നത്? രണ്ടുപേരുടെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ടുപേർക്കും കാണാൻ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ നിങ്ങള് കാണാൻ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് അവളുടെ കൂടെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നീ അവളുടെ പുറകെ ചെല്ലില്ലേ? ഞാൻ പൊക്കോളാം, നീ ഇപ്പൊ തൽക്കാലം പോകണ്ട. അത് പിന്നെ ഞാൻ അവളോടൊന്ന് പോയി പറ എന്നിങ്ങനെ പറയാണ്. ഏതായാലും ആദർശം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ദേവയാനി സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അനാമിക വരുന്നത്. അപ്പൊ അനാമിക വന്നിട്ട്, അല്ല വല്യമ്മ എന്തിനാ അവളുടെ കൂടെ പോകുന്നത്? അതിന്റെ കാര്യമുണ്ടോ വല്യമ്മേ? വല്യമ്മയ്ക്ക് അവളെ കാണുന്നത് അരിശമല്ലേ, അവളുടെ കൂടെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ എന്ത് ചെയ്യാനാ മോളെ? എനിക്ക് ഒട്ടും താല്പര്യമില്ല. അവളുടെ കൂടെ ഒരു ദിവസം പോയിട്ട് ഒരു മിനിറ്റ് പോലും എനിക്ക് അവളുടെ മുഖം കാണുന്നത് അസ്വസ്ഥതയാണ്. പിന്നെ എൻ്റെ മോൻ്റെ കാര്യം അറിയാലോ. ഇനിയിപ്പം ഞാൻ പോയില്ലെങ്കിൽ ഓടിപ്പടച്ച് അവനങ്ങോട്ട് ചെന്ന് കയറും. പിന്നെ കുറച്ച് ദിവസമായിട്ട് കറങ്ങി ഇങ്ങനെ നടക്കും. മൂർത്തീസ് ജ്വല്ലറിയുടെ കാര്യം അറിയാലോ. ആദർശ് മോൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാകും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ തന്നെ പോവാ. അല്ല വല്യമ്മ പോവുക എന്ന് പറഞ്ഞാല് എന്താ? ഞാൻ പോയാല് അവളെ എങ്ങനെ സുഖിപ്പിക്കുന്നില്ല ഞാൻ. അവളെ ഞാൻ വരച്ച വരയിൽ നിർത്തും. അവിടെ ചെന്നിട്ട് നോയിക്കോ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന്. ഇതൊരു നല്ല ടൂറാക്കാന്നൊക്കെ ഓർത്തിരുന്നു അവന്റെ കൂടെ. ഇത് ഞാൻ കുളവാക്കി കൈ കൊടുക്കുന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും ശരിയാ വല്യമ്മേ, ഈ ട്രിപ്പ് കുളവാക്കി കൈ കൊടുക്കണം. അവള് എല്ലാത്തിനും ഉദ്ഘാടനത്തിനൊക്കെ അങ്ങ് പോവല്ലേ, ഇത് അവളുടെ അവസാനത്തെ ഉദ്ഘാടനമായിരിക്കണം. വല്യമ്മ തന്നെ ഇത് കുളവാക്കണം. വല്യമ്മ അവിടെ ചെന്നിട്ട് ആരോടേലും എന്തേലും ഒക്കെ പറഞ്ഞിട്ട് നയനയുടെ ഡിമാൻഡ് അങ്ങ് കളയണം എന്നൊക്കെ പറയാണ്.
അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എടി നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാടി, എൻ്റെ മോളെ നീ തകർക്കാൻ നോക്കുക അല്ലേ? എൻ്റെ മോൾ ഒരിക്കലും തകരാൻ പോകുന്നില്ലടി. എൻ്റെ മോളുടെ കൂടെ 2 ദിവസമെങ്കിലും 2 ദിവസം ഈ നശൂർണങ്ങളുടെ ഇടയിൽ നിന്ന് മാറി അവിടെ സ്നേഹിച്ച് കുറച്ച് ദിവസം അവിടെ നിൽക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇതേ സമയം വളരെ വിഷമത്തോടു കൂടി ആദർശ് ചെല്ലാണ് നയനയുടെ അടുത്തേക്ക്. നയന എന്ത് പറയുന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ നയനോട് പറഞ്ഞു, അത് പിന്നെ നയനെ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെന്താ ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ വേറൊന്നുമല്ല, അമ്മ എന്നെ വിടില്ല. അമ്മ പറഞ്ഞത് പോകണ്ടെന്ന്. അമ്മ അങ്ങനെ പറഞ്ഞോ? ആ, അമ്മ അങ്ങനെ പറയുകയും ചെയ്തു. ഇനിയിപ്പം നിർബന്ധമാണെങ്കിൽ അമ്മ നിന്റെ കൂടെ വരാന്നാ പറഞ്ഞത്. അത് നിനക്കിഷ്ടാവോ? അത് മാത്രമല്ല, അമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ സമാധാനം പോവില്ലേ? അയ്യോ, അത് ശരിയാണല്ലോ. വേണ്ട, ആദർശേട്ടൻ തന്നെ വന്നാൽ മതി. എന്ത് ചെയ്യാനാ, എന്നോട് പോകണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി അമ്മേനെ ധിക്കരിച്ചു വരാൻ പറ്റുമോ? അമ്മ പറയുന്നതും കാര്യമുണ്ട്. 3-4 ദിവസത്തെ കാര്യം ആയതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുന്നു, 3-4 ദിവസം എടുക്കുന്നു. അപ്പൊ നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ കാര്യവും തകരാറിലൊക്കെ ആകും. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, അമ്മ ഇനിയിപ്പോ വരാന്ന് പറഞ്ഞിട്ട് നീ തടസ്സം പറഞ്ഞാല് അതും അമ്മയ്ക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം കൂടുള്ളൂ നിന്നോടുള്ളത്. എന്തെങ്കിലും ആട്ടെ, നീ അമ്മയുടെ കൂടെ പോ. ഷോ, എന്താ ചേട്ടാ ഈ പറയുന്നത്? അമ്മയുടെ കൂടെ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാണ് തീരെ താല്പര്യമില്ല. പിന്നെ ആദർശേട്ടൻ പറയുന്നത് കൊണ്ട് ഞാൻ പോകാൻ വേണമെങ്കിൽ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും മനസ്സിൽ ലഡു പൊട്ടിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നയനയുടെ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് കുറച്ച് ഫ്രീ ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ആ ഉദ്ഘാടനത്തിന്റെ കൂടെ തന്നെ 2-3 ദിവസം എവിടെയെങ്കിലും തങ്ങി അമ്മായിമ്മയ്ക്കും മരുമകൾക്കും ഒന്ന് സ്നേഹിക്കണം, മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം. അപ്പൊ അതിനൊക്കെയുള്ളൊരു അവസരം തന്നെയാണ്, അതൊന്നും പാഴാക്കുന്നില്ല. അവർ അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ അനാമികയുടെ വിചാരം ഈ ഇനാഗുറേഷൻ കുളവാക്കി നമ്മുടെ നയനയുടെ ഡിമാൻഡ് തകർക്കാൻ വേണ്ടിയുള്ള ദേവയാനിയുടെ പരിശ്രമമാണ് എന്നാണ് വിചാരം. അതൊക്കെ വിളിച്ച് രേവതിയോട് പറയുകയും ചെലച്ചിയോട് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജാനകിക്ക് അറിയാട്ടോ. അപ്പൊ ജാനകിക്ക് അറിയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയും ദേവയാനിയും തമ്മിൽ ഒന്നിച്ചെന്ന് ജാനകി അറിയുന്നില്ല. പക്ഷെ നയനയിൽ ചില നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. നയന പറയുന്നതൊക്കെയാണ് ശരി, നയനയാണ് ശരി എന്ന് ജാനകിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജാനകിയുടെ അടുത്ത് കുറ്റം പറയുകയോ ജാനകി കുറ്റം പറയാൻ കൂടുകയോ ഒന്നും ചെയ്യുന്നില്ല ഈ അനാമികയുടെ കൂടെ. ഏതായാലും ഇവിടം കൊണ്ട് ഞാൻ കഥ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ബാക്കി വിശേഷം നാളെ പറയാട്ടോ. കാരണം നമ്മൾ ഒത്തിരി ലെങ്ത് ആയിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്യം കൂടുതൽ കയറി വരും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മളാണ് പരസ്യം ഇടുന്നത്. നമ്മൾ പരസ്യത്തിന്റെ എണ്ണം ഒന്നും കൊടുക്കണില്ല. നമുക്ക് 8 മിനിറ്റ്, 12 മിനിറ്റ്, 16 മിനിറ്റ്, 20 മിനിറ്റ് ഇതനുസരിച്ച് പരസ്യം ഇങ്ങനെ കൂടി വരും. നമ്മുടെ ഈ ഇടുന്ന വീഡിയോയുടെ മണിക്കൂർ, അതായത് മണിക്കൂറൊക്കെ കൂടുന്നതിനനുസരിച്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഈ ഒരു പരസ്യം കയറി വരുന്നത്. നമ്മളല്ല, നമ്മുടെ യൂട്യൂബ് കൊടുക്കുന്ന പരസ്യമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒത്തിരി നീട്ടി കുറുക്കി പറയുന്നില്ല. പരസ്യം കയറി വരുന്ന എല്ലാവർക്കും ബോറ് തന്നെയാണ്. പക്ഷെ പരസ്യം കയറി വരുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. നമുക്ക് വരുമാന മാർഗം എന്ന് പറയുന്ന ഈ പരസ്യത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം ഇച്ചിരി ലെങ്ത് കൂടുതലിട്ടാൽ നമുക്ക് 3 പരസ്യം കിട്ടാൻ നമുക്ക് അത്രയും വരുമാനം കൂടുതൽ കിട്ടും. പക്ഷേ നിങ്ങൾക്കത് ബോറാവുമെന്നറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാട്ടോ. അതുവരെ ടാറ്റാ, ബൈ ബൈ.